ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് ജോയേൽ പ്രവചനം 1-ാം അധ്യായം. ഫെനുവേലിന്റെ മകൻ, ദൈവമുഖമുള്ളവന്റെ മകൻ. ഹല്ലേലൂയ. ദൈവമുഖമുള്ളൊരപ്പൻ, ദൈവമുഖമുള്ളൊരപ്പൻ, ദൈവമുഖമുള്ളവന്റെ മകൻ. അവന്റെ പേര് ജോയേൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവങ്ങളെ കർത്താവ് അവന്റെ മുഖത്തേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരായി. ഹല്ലേലൂയ. കർത്താവിൽ ലഭിച്ച അരുളപ്പാട്, വൃദ്ധരെ ശ്രദ്ധിക്കുവിൻ. ലിസൺ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ കേൾക്കുന്നില്ല മക്കളെ. നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കണം. ഇന്നത്തെ വചനം മുഴുവനതാകട്ടോ. നമുക്ക് ഇന്നത്തെ വചനത്തിൽ മുഴുവനതാ വരുന്നത്. വൃദ്ധരെ, ചെവി അടഞ്ഞു പോയവരെ, അല്ലെ, ചെവി പൊട്ട ചെവിയാ, നീ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. വൃദ്ധരെ ശ്രവിക്കുവിൻ, ദേശവാസികളെ ചെവിക്കൊള്ളുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ ചെവി കൊടുക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അത് ഭക്തിയാണ്, അത് ആരാധനയാണ് നമ്മൾ വിചാരിച്ചു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടങ്ങളല്ല മക്കളെ ദൈവത്തിന് പറയുന്ന വായന ഉണ്ടല്ലോ, നീ വചനം കേൾക്കുന്നത് സമാധാന ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. ദൈവകൽപ്പനകൾ അനുസരിക്കുന്നത്, ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്നത്. ഹല്ലേലൂയ. ദേശവാസികളെ ചെവിക്കൊള്ളുവിൻ. നിങ്ങളുടെയോ നിങ്ങളുടെ പിതാക്കന്മാരുടെയോ കാലത്ത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടോ? നിയമസഭയെ കിടന്ന് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുക, നിയമസഭയെ കിടന്ന് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുക. കഞ്ചാവ് കുടിക്കുന്നു, കഞ്ചാവ് കലിക്കുന്നു. എത്ര കൊലപാതകങ്ങള്, എത്ര ആത്മഹത്യ. ഇന്നലെ കണ്ടില്ലേ, ഒരു ലോക പ്രശസ്തനായ ഡോക്ടറാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പിടി കിട്ടുന്നില്ലേ ഈ പറയുന്നൊന്നും? നിങ്ങളുടെ വാതുക്കം മുട്ടുന്നുണ്ടെന്ന് എന്നിട്ടും മനസ്സിലാവുന്നില്ല. ദൈവമേ, നമ്മുടെ വാതുക്കൽ ഈ തിന്മകൾ മുട്ടുന്നുണ്ട് മക്കളെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വാതുക്കൽ, നിങ്ങൾക്കറിയോ അത്? നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വാതുക്കൽ മുട്ടുന്നുണ്ടെന്ന് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക. നിങ്ങൾ ഇന്ന് പത്രത്തിൽ വായിച്ചത് നാളെ നിങ്ങളുടെ കഥയായിട്ട് പത്രത്തിൽ വരാൻ പോവുക. ഇന്ന് ടി വിയിൽ നിങ്ങൾ നോക്കിയിരുന്നത് നാളെ നിങ്ങളെ സംഭവമായിട്ട് ടി വി വരാൻ പോവാന്ന്. എന്റെ കർത്താവ്, ഇതിനപ്പോ അത് പറയാൻ എനിക്ക് അറിയത്തില്ല എന്റെ കർത്താവ്. ഞങ്ങളെ വല്ലാത്തൊരു ചൂടുകാലത്തിൽ നമ്മൾ എത്തിയിരിക്കുക. ചൂടുകാലമായി, ചൂടുകാലം. മനുഷ്യനെ പ്രാന്ത് പിടിച്ചിരിക്കുക. ഓരോരുത്തരും എന്നാ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എന്താണെന്നറിയാവോ? ദൈവത്തിന്റെ തണുപ്പ് കിട്ടാത്തതിടത്തോളം കാലം, പരിശുദ്ധാത്മാവിന്റെ തണുപ്പ് കിട്ടാത്തതിടത്തോളം കാലം നീ ചെയ്യുന്നതൊക്കെ പാഴ്പ്രവൃത്തിയായി മാറും മക്കളെ. ഒരുപാട് സങ്കടത്തോടെ അച്ഛൻ ആരെയും വിധിച്ചുകൊണ്ട് അല്ല അച്ഛൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തല്ലി കൊല്ലുകല്ലേ, ഒരു കുടുംബത്തെ മുഴുവൻ തല്ലിക്കൊല്ലാനായിട്ടോ മക്കൾക്ക് ഭയമില്ലെന്നൊക്കെ പറഞ്ഞാലോ, കൂട്ടുകാരമ്മ തല്ലിച്ചാകുകയല്ലേ. അവളെ വല്ലാത്ത നൊമ്പരത്തോടെ അച്ഛന് പറയണത്, നാളെ ഇത് നിന്റെ കുടുംബത്തിൽ സംഭവിക്കല്ല, നാളെ ഇത് എന്റെ കുടുംബത്തിൽ സംഭവിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ തണുപ്പ്, ദൈവത്തിന്റെ മേഘക്കീഴിൽ അല്ലെങ്കിൽ നീ വാടിത്തളർന്നു പോകും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. മരുഭൂമി യാത്രയാ മക്കൾ. ഇപ്പോഴ് ജീവിക്കാൻ വല്ല നിവൃത്തിയുണ്ടോ? ഗൾഫിൽ പോയി ജീവിക്കാന്ന് വെച്ചാൽ ഗൾഫിലും 10,000 രൂപ ശമ്പളം ഉള്ളെന്ന്. കാനഡയ്ക്ക് പോകാന്ന് കഴിയുമ്പോൾ കാനഡയൊക്കെ അടച്ചുപൂട്ടിയെന്ന്. ജർമ്മനിക്ക് പോയി ജർമ്മൻ പഠിച്ച ഫ്രീ ആയിട്ട് കൊണ്ടുവന്നൊക്കെ പറയും. ഇപ്പം ആരും ഒന്നും കൊണ്ടുപോകുന്നില്ലെന്ന്.
അമേരിക്ക പോയി രക്ഷപ്പെടുമെന്ന്. അമേരിക്ക പോയിട്ട് രക്ഷയില്ല, എല്ലാത്തിനും കയറ്റിവിട്ടിരിക്കുക. ദൈവമക്കളെ, ജീവിക്കാൻ ഇതുപോലത്തെ ഒരു കാലത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തിരുവചനം, ജോയേൽ പ്രവചനം BC 5-ാം നൂറ്റാണ്ടിൽ എഴുതിയ പ്രവചനമായി ചോദിക്കുന്നത്, നിങ്ങളുടേതുപോലൊരു കാലത്തിന് എന്നെങ്കിലും മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടോ? നിക്കപ്പുറതി ഇല്ലാത്തൊരവസ്ഥ. ഹല്ലേലൂയ. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ? ഇതേപ്പറ്റി നിങ്ങൾ മക്കളോട് പറയാ. മാതാപിതാക്കൾക്ക് മക്കളോട് സംസാരിക്കാൻ നേരമില്ല. മാതാപിതാക്കൾക്ക് മക്കളോട് ദൈവത്തിന്റെ ഇഷ്ടം പറഞ്ഞു കൊടുക്കാൻ ഭയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പേടിയാ. ഉണ്ടാണ്ടിരുന്ന എല്ലാരും കൂടെ കൊച്ചു പിള്ളേരെ, പീക്കിരി പിള്ളേരെ നിങ്ങൾക്ക് പേടിയാ. നേഴ്സറി പോകുന്ന കൊച്ചുങ്ങളെ നിങ്ങൾക്ക് പേടിയാ. ഹല്ലേലൂയ. അവങ്ങളെ കാലം തിരിഞ്ഞ് കറങ്ങേണ്ട സമയമായി. കാലം തിരിഞ്ഞ് കറങ്ങേണ്ട സമയമായി. മക്കളെ, കുടുംബത്തിൽ മക്കളെ വളർത്തേണ്ട പോലെ വളർത്തേണ്ട കാലമായി. മക്കളുടെ കുഴപ്പമൊന്നുമില്ല, അപ്പന്റെ അമ്മയുടെ കുഴപ്പമൊന്നും ഞാൻ പറയും. ഹല്ലേലൂയ. അപ്പന്റെ അമ്മയുടെ, അച്ഛന്മാരുടെ, കന്യാസികളുടെ കുഴപ്പമൊന്നും ഞാൻ പറയും. ഹല്ലേലൂയ. ആർക്കും ഒഴിവൊഴിവില്ല മക്കളെ, ആർക്കും ഒഴിവുകഴിവില്ല. ഈ റെയിൽവേ പാലം കുറച്ച് എല്ലുന്നിടത്ത് വെച്ചാണ് കഴിഞ്ഞ ദിവസം 3 പേര് മരിച്ചത്. ഈ റെയിൽവേ പാലം ഏതാനും കിലോമീറ്ററിന് അപ്പുറത്താ മരണം നടന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോളെ, ഹൃദയം നുറങ്ങണം. ഈ നോയമ്പെന്തിനാന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരികയാണ്. ഇതേപ്പറ്റി നിങ്ങളുടെ മക്കളോട് പറയണം. അവർ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ അടുത്ത തലമുറയോടും പറയട്ടെ. ഹല്ലേലൂയ. അവളെ ദുരന്തകാലത്തിന്റെ കഥയൊക്കെ പറഞ്ഞ് മക്കളെ പഠിപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വരിക, ഇന്നൊരു നല്ല അവസ്ഥയിൽ അവർ പറയില്ല, ചോ വീട്ടിൽ അപ്പൻ മാത്രമാണ് കട്ടിലേ കിടന്നുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഒറ്റ കട്ടിലേ ഉണ്ടായിരുന്നുള്ളൂ. ചാണകം മെഴുകിയ തറ, ഓലപ്പുര. ഒരു 20 കൊല്ലം മുമ്പുള്ള കേരളത്തിന്റെ കഥയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാണകം മെഴുകിയ വീടുകള്, ഓലമേഞ്ഞ വീടുകൾ ഇന്നില്ല. ഓലമേഞ്ഞ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്ങാനും? ഉണ്ണീശോയ്ക്ക് ജനിക്കാൻ വേണ്ടി നമ്മൾ ഓലമേഞ്ഞ വീട്, ഓല കൊണ്ട് മേഞ്ഞ വീട് പണിയുന്നുണ്ട് ഉണ്ണീശോയ്ക്ക് കിടക്കാനേ. നേരത്തെ നമ്മുടെ അപ്പന്മാരും മുതുമുത്തച്ഛന്മാരും ഒക്കെ കിടന്ന ഇങ്ങനത്തെ വീടുകളിലാ. ഹല്ലേലൂയ. കുടുംബം പറയും, അച്ഛൻ എല്ലാമായി. പക്ഷേ അപ്പനെന്ന് കട്ടിലേക്ക് കിടക്കും, ഞങ്ങളെല്ലാം തൊട്ട് താഴെ അപ്പന് താഴെ കിടക്കും. അപ്പൻ ആ കട്ടിൽ കിടന്നുകൊണ്ട് ബൈബിളിലെ കഥകൾ പറഞ്ഞു തരും. അപ്പൻ ആ കട്ടിലേക്ക് കിടന്നുകൊണ്ട് ഞങ്ങൾ കൊച്ചുമക്കൾ അമ്മയെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കിടന്നുകൊണ്ട് കേൾക്കും. ഈ സഹോദരി എന്നോട് പറഞ്ഞാൽ ഇന്ന് വീട് മാറിയിച്ചു. ഇന്ന് ആ ചാണകപ്പുരയില്ല, ഇന്ന് അവിടെ മാർബിളിട്ട വീടാണ്. പക്ഷെ അവിടെ ആക്കുമാരെ കേക്കണ്ടച്ചോ, ആക്കുമാരോട് സ്നേഹമൊന്നും ഇല്ലെന്ന്. എല്ലാരും ഇങ്ങനെ വന്നും പോയി തിന്നും കുടിച്ചും ഫോൺ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പിള്ളേർക്ക് പിള്ളേരുടെ പഠിത്തം, പിള്ളേരുടെ കാര്യങ്ങള്, കെട്ടിയോന്റെ കാര്യങ്ങള്. ഹല്ലേലൂയ. ഒരു ദുരന്തമായി മാറി. ഈ ചേച്ചി പറയാ, കഴിഞ്ഞ ദിവസം ആത്മഹത്യയെ പറ്റി കേട്ടിട്ട് വന്നത് എൻ്റെ അടുത്ത്. സത്യത്തിൽ ഞാനും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരുന്നാച്ചോ. ഇവിടെ കൗൺസിലിംഗ് അവർ പറയുമെന്നാ പറയണേ. ഇന്ന് 3 കുടുംബങ്ങളെ രക്ഷിച്ചു. ആത്മഹത്യയെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് തമാശകളിയായി, ചെണ്ടകുട്ടിക്കളിയായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇവിടെ വന്ന് ജീവൻ പ്രാപിച്ചു പോകുന്ന മനുഷ്യരുണ്ട് മകളെ. ഇവിടെ വന്ന് പ്രതീക്ഷ പ്രാപിച്ചു പോകുന്ന മനുഷ്യരുണ്ട്. ഇവിടെ വന്ന് ജീവിക്കണം തീരുമാനമെടുക്കുന്നവരുണ്ട്. തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുമെന്നെടുക്ക് തീരുമാനമെടുക്കുന്നവരുണ്ട്. ദൈവം തൊടുന്ന മനുഷ്യര്, ദൈവം തൊടുന്ന മനുഷ്യര്. ഹല്ലേലൂയ. വെളുപ്പാങ്കാലത്ത് ഞാനൊരു സഹോദരനെ കണ്ടു. ഇന്നലെ ഇവിടെ എത്തിയതാന്ന് പറഞ്ഞു. ഇന്നലെ ഇവിടെ എത്തിയതാ, പാന്ത് പിടിച്ച്. അങ്ങ് ദൂരെ നിന്നങ്ങാണ്ട് സ്ഥലം പറയുന്നില്ല ഞാൻ. ദൂരെ നിന്നൊരു സ്ഥലത്ത് വെളുപ്പാങ്കാലത്ത് തന്നെ കണ്ടോ വന്നതാ. ഞാനിപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ അവിടെ തിരി കത്തിച്ചുകൊണ്ട് അയാൾ വീണ്ടും. അയാൾ എത്ര തിരി കത്തിച്ചെന്നൊന്നും എനിക്കറിയത്തില്ല. അവിടെ നിന്ന് തിരി കത്തിക്കുക ഇപ്പം നിന്നുണ്ട്. ദൈവമക്കളെ, ജീവിതം ഒന്ന് പ്രകാശിക്കാൻ വേണ്ടി വന്നിരുന്നു. നമുക്ക് ചിലപ്പോൾ ഒരു പ്രാർത്ഥന കൂടി പോകാൻ വന്ന കുറച്ച് പേരെങ്കിലും ഇവിടെ ഉണ്ടാകും. ഇത് പ്രാർത്ഥന കൂടി പോകാനുള്ള സ്ഥലമല്ല മക്കളെ.
ഇവിടെ വന്ന് അഭിഷേകം പ്രാപിക്കണം, ഇവിടെ വന്ന് തീരുമാനങ്ങൾ എടുക്കണം, ഇവിടെ ദൈവത്തിന്റെ വചനം കേൾക്കണം. ഞാൻ ജീവിക്കുമെന്ന്, മറ്റുള്ളവർക്ക് ജീവൻ പകരുമെന്ന്, മറ്റുള്ളവർക്ക് പ്രതീക്ഷ കൊടുക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു കാലത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ ഈ കാലം? വീട്ടിൽ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു. വീട്ടിലിരുന്ന് വെട്ടുക്കിളി തിന്നു, ഒന്നുമില്ല. ഒരു വരൾച്ചയുടെ കാലം. ആകപ്പാടെ 2-3 ചെടി മുറ്റത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വെണ്ണയ്ക്കായും പാവയ്ക്കായും ഒക്കെ അത് വെട്ടുക്കിളി വന്ന് തേച്ചു പോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവളെ മുമ്പ് നീ നോക്കിയിരിക്കുമ്പോ നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുക. ഈ കൊച്ചു പഠിച്ചിട്ട് കുടുംബം രക്ഷപ്പെടുമെന്ന് വിചാരിച്ചപ്പോഴാ അവള് കണ്ടവന്റെ പോയി ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വന്നു. പള്ളി വരുന്നില്ല, ഇനി നാളെക്കട ഇനി പള്ളി വരാൻ പറ്റത്തില്ല. പള്ളിയിലെ വലിയ പുള്ളിയാ, പാട്ടുകാരൻ, പാട്ട് കമ്മിറ്റി എല്ലാവാ. പെങ്കൊച്ചിറങ്ങി ഒരുത്തൻ്റെ കൂടെ അങ്ങോട്ട് പോയി. പള്ളി വെച്ച് കല്യാണം നടത്താൻ പറ്റാത്ത ഈ പെണ്ണ് ഈ മനുഷ്യ വെച്ചാൽ ഞാൻ ജീവിച്ചത്, മനുഷ്യനല്ല അയാളുടെ ഭാര്യ പറയുന്നത്, ഞങ്ങൾ ജീവിച്ചത് ഇവക്ക് വേണ്ടിയാച്ചാ. 18 വയസ്സ് തികയും നമ്മ പിടിച്ച് കോടതി കൊണ്ടുപോയി. പോലീസ് അവിടെ കൊണ്ടുപോയി. കോടതി പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അവൾക്ക് പ്രായപൂർത്തിയായി, അവൾ തീരുമാനമെടുക്കും. നരകിച്ച് ജീവിക്കാൻ വേണ്ടി അവൾ ഇറങ്ങിപ്പോയിച്ചു. ഒരു കുടുംബം സ്വരുക്കൂട്ടി വെച്ചതൊക്കെ ഒരു ശവപ്പറമ്പായിട്ട് നിമിഷങ്ങൾ കൊണ്ട് മാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും കണ്ണുമടച്ചൊന്നും വിശ്വസിക്കില്ലെന്നാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ കുഞ്ഞിറങ്ങിത്തിരിക്കുന്നത് എങ്ങോട്ടാണ്, നിന്റെ കുഞ്ഞെവിടെയാണെന്ന് നീ അറിഞ്ഞില്ലെങ്കിൽ നാളെ നീ ദുഃഖിക്കേണ്ടി വരും. നീ ചോദിക്കുമ്പോ അവന് ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല. അവന് ഇഷ്ടപ്പെടാനല്ല, അവൻ ജീവിക്കാൻ, അവൻ രക്ഷപ്പെടാൻ, അവന്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഹല്ലേലൂയ. വെട്ടുക്കിളി വീട്ടിൽ ശേഷിച്ചത് വെട്ടുക്കിളി തിന്നു. വെട്ടുക്കിളി ശേഷിപ്പിച്ചത് പച്ചക്കുതിര തിന്നു. ഇനി കുറച്ച് പച്ച ഇലയുണ്ടായിരുന്നല്ലോ, അത് പച്ചക്കുതിര വന്ന് തിന്നു. പച്ചക്കുതിര ശേഷിപ്പിച്ചത് കമ്പിളിപ്പുഴു തിന്നു. തീർന്നു, മതിയായി. നമ്മളെ ഉണങ്ങി നിൽക്കുന്ന മരം പോലെ നമ്മളെ ഈ കാലഘട്ടമാണ്. അധികം പേർക്കൊന്നും ഞാൻ പറയുന്നത് മനസ്സിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ കഥയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കോവിഡിന്റെ നാൾ മുതൽ ഈ നമ്മുടെ ദേശത്ത് കേരള ജനതയില് ഒരു വലിയ പക്ഷം മനുഷ്യര് അവര് വല്ലാത്ത ഞെരുക്കത്തിലും തകർച്ചയിലുവാ. ഇപ്പൊ ഒരു സാധനം ഞാൻ കാണിച്ചു തരട്ടെ, വേണേ ചെയ്യിക്കുന്നില്ല. അത് മണ്ണും കൊണ്ട് വന്നവര് പൊക്കാൻ പറഞ്ഞാൽ മതി, മണ്ണ് വെഞ്ചരിക്കാൻ വന്നവര് പൊക്കാൻ പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് വേണ്ടി തെളിയിച്ചു തരാം. ഞാൻ പറയുന്നില്ല, ഈ മണ്ണിന്റെ അകത്തുനിന്ന് എന്നാ 100 പേനി വിളവുണ്ടാകാൻ വേണ്ടിയല്ല, ഈ മണ്ണ് വിറ്റിട്ടൊന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാ ഈ മണ്ണും വാരിക്കൊണ്ട് വന്നിരിക്കുന്നേ. പണ്ട് ക്യാൻസർ മാറാൻ വേണ്ടിയും കള്ളുകൂടി മാറാൻ വേണ്ടിയാ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ദൈവങ്ങൾ ഇത് സ്ഥലം വിൽക്കാൻ വേണ്ടിയ മനുഷ്യർ പ്രാർത്ഥിക്കുന്നത്. സ്ഥലം വിൽക്കാൻ, ജീവിക്കാൻ നിവർത്തിയില്ലെന്ന് കടക്കേറി 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 ജപ്തിയായിരിക്കുന്ന മനുഷ്യര്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ്? നമ്മൾ പ്രാർത്ഥിക്കണം. ഈ 50 നോയമ്പിന്റെ നിയോഗമായിരിക്കണം. ഈ 50 നോയമ്പ് മരുഭൂമി യാത്ര കഴിഞ്ഞ് ഒരു വാഗ്ദത്ത ദേശത്ത് എത്തുന്ന അനുഭവമായിട്ട് ഈ 50 നോയമ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി നമ്പരങ്ങളുണ്ട് മക്കളെ. മനുഷ്യരുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ കേൾക്കുമ്പോൾ ചന്തു പൊട്ടി പോകാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ഞായറാഴ്ച ഒരു സഹോദരി തിരുവനന്തപുരത്തു നിന്ന് വന്നിരിക്കുക പ്രാർത്ഥിക്കാൻ. എനിക്കത്ര വിശ്വാസമൊന്നും വന്നല്ല. ഞാൻ ചോദിച്ചു, കോട്ടയത്ത് നിങ്ങൾ ആരാ ഉള്ളത്? ഞങ്ങളാരും കോട്ടയത്തില്ല. ചൊവ്വാഴ്ച പള്ളിയിൽ വരുന്നതാ, അച്ഛനെ കാണാൻ വേണ്ടി വന്നതാ. ഏതാനും നാളുകൾക്ക് മുമ്പ് ഭർത്താവ് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചുപോയി. ഒരു 10-40 വയസ്സുള്ള ഒരു സ്ത്രീയുടെ കഥയാണ് ഞാൻ പറയണത്. തിരുവനന്തപുരത്താണ് പറഞ്ഞുപോയി. തിരുവനന്തപുരത്ത് ടൈലറിങ് ഷോപ്പ് നടത്തുക. ഒരു കണ്ണിൻ്റെ കാഴ്ച മുഴുവൻ നഷ്ടപ്പെട്ടു. ഇനി പകുതി കണ്ണിൻ്റെ കാഴ്ചയുള്ളച്ചോ. ഒരു പെൺകുട്ടിയോ മറ്റോ ഉണ്ട്. അവളെന്തോ നല്ല കോഴ്സ്, എനിക്കത് മെഡിസിനോ അങ്ങനെ ഏതാണ്ട് നല്ലൊരു ഉയർന്ന കോഴ്സ് പഠിച്ചുകൊണ്ട് ഈ കുട്ടി വന്ന് നിൽക്കുക. മക്കളെ, ഭർത്താവ് നഷ്ടപ്പെട്ട
കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു സഹോദരിയെ നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ധ്യാനിച്ചാൽ മതി. മക്കൾ, ഈ ആരാധനയുടെയും ഈ നോയമ്പിൻ്റെയും ഈ പ്രാർത്ഥനയുടെയും ഒക്കെ അർത്ഥം അതാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനുഷ്യന്റെ സങ്കടങ്ങൾ എടുത്ത് മാറ്റാൻ വേണ്ടിയാ മക്കളെ. നോയമ്പെന്ന് പറയുന്നത് ഒരു ആരാധനയായിട്ട് മാറണം. എന്റെ നോയമ്പ് ഒരു പ്രാർത്ഥനയായിട്ട് മാറണം. സഭ പറഞ്ഞിട്ടല്ല, അച്ഛൻ പറഞ്ഞിട്ടല്ല. ഇത്തരത്തിലുള്ള മക്കളുണ്ടെങ്കിൽ അവരുടെ വേദന മാറാൻ വേണ്ടി എന്റെ പൊന്നു കർത്താവേ, ഇതാ ഞാൻ നോയമ്പെടുത്ത് പ്രാർത്ഥിക്കാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യപന്മാരെ നീ വിളിക്കുക, കള്ളുകൂടിയന്മാരൊക്കെ വിളിച്ചെഴുന്നേൽപ്പിക്കുക. കള്ളുകൂടിയന്മാരെ, ഉണർന്ന് വിലപിക്കുവിൻ, നീ കുടിച്ചത് നിന്റെ ശാപമാണ്. കള്ള് വിൽക്കുന്നവരും കള്ള് കുടിക്കും, രണ്ടും ഒരു കൂട്ടരാണ്. കള്ള് വിൽക്കുന്നവന്റെ തലമുറയും കൂടെ ബാധിക്കും. കള്ള് കുടിക്കുന്നവന്റെ കരളെ പോകത്തുള്ളൂ. പക്ഷെ കള്ള് കച്ചവടക്കാരന്റെ തലമുറ കണക്ക് പറയേണ്ടി വരും. ഉറപ്പുള്ള കാര്യം മക്കളെ. കള്ള് കച്ചവടക്കാരനും മയക്കുമരുന്ന് വിൽപ്പനക്കാരനും മായം ചേർക്കുന്നവരും തലമുറകൾ കൊണ്ട് കണക്ക് പറയേണ്ടി വരും. ഉറപ്പാണ് കൂട്ടാ, ഉറപ്പാണത്. ഇന്ന് പൂട്ടിക്കോണം നിന്റെ കള്ള് ഷാപ്പ്, ഇന്ന് പൂട്ടിക്കോണം നിന്റെ കള്ള് വ്യവസായം. ഉറപ്പാ മക്കളെ, ഉറപ്പാണ്. ശാപമൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ ശാപമുണ്ട് മക്കളെ. കള്ളുകൂടി എൻ്റെ ഭാര്യയുടെ നിലവിളിയുടെ പേരാ ശാപം. കള്ളുകൂടി എൻ്റെ ഭാര്യയുടെ നിലവിളിയുടെ പേരാ ശാപം. അത് നീ ഏത് കൊട്ടാരത്തിലിരുന്നാലോ അത് നിന്റെ കൊട്ടാരത്തിൽ എത്തൂടാ കൊച്ചേ. ഏത് കള്ള് വ്യാപാരിയാ മക്കളെ കേരളത്തിൽ ഗുണം പിടിച്ചിട്ടുള്ള നിങ്ങള്? ഞാനൊന്നും പറയണില്ല, എന്റെ വായിൽ പേരുകൾ വരുന്നുണ്ട്. കള്ള് കച്ചവടത്തിന്റെ രാജാക്കന്മാര് ആരാ ഗുണം പിടിച്ചിട്ടുള്ളത്? നിങ്ങളൊന്ന് പറ. ഒരു കാലത്ത് കുറച്ചുണ്ടാക്കിയിട്ട് കുറച്ച് മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിട്ട് കുറച്ച് കുടുംബങ്ങളെ തല്ലി തകർത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങള് ഇപ്പൊ മദ്യമല്ല മയക്കുമരുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആരത് വിൽക്കുന്നുവോ, ആരതിന്റെ ഏജന്റായിട്ട് നിൽക്കുന്നുവോ അവർ തലമുറകൾ കൊണ്ട് കണക്ക് പറയേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയുന്നതിന് കുഴപ്പമില്ല, അദ്ദേഹം ഒരു ശുശ്രൂഷകനാണ്. തൃശ്ശൂരുകാരന് ഒരു കള്ള വ്യാപാരി ഉണ്ടായിരുന്നു. അതൊക്കെ 2 മക്കള്, പേര് ഞാൻ പറയുന്നില്ല. പേര് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ പേര് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അതൊക്കെ 2 മക്കള്. മൂത്തവൻ മന്ദബുദ്ധിയാണ്, ബുദ്ധി വൈകല്യമുള്ളൊരു കുട്ടി. രണ്ടാമത്തവൻ നല്ല മിടുമിടുക്കൻ, അപ്പനേക്കാൾ കാഞ്ഞ ബുദ്ധിയാണ്, ഭയങ്കര ബിസിനസ്സുകാരൻ. നിങ്ങൾക്കറിയോ സംഭവിച്ചത്? അവന്റെ ഡിസ്റ്റിലറി ലോറി റിവേഴ്സ് എടുത്തപ്പം ഈ മിടുമിടുക്കൻ മകൻ ആ വീലിനടിയിൽ തീർന്നു. ഇന്ന് അയാൾ ബൈബിള് വിറ്റുകൊണ്ട് നടക്കുക. പണ്ട് കള്ള് വിറ്റ് നടന്നവൻ ഇന്ന് ബൈബിൾ വിറ്റുകൊണ്ട് നടക്കുക. ഹിന്ദി ഭാഷ, ഒറിയ ഭാഷ, നോർത്ത് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ ബൈബിൾ അടിച്ച് വിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ദുരന്ത കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അയാള് നോർത്ത് ഇന്ത്യയിലാണ് നടക്കുന്നത്. സുവിശേഷം അയാൾ നിർത്തി കച്ചവടം. അയാൾ കച്ചവടം നിർത്തി. ഒരു 8-10 കൊല്ലം മുമ്പ് ഇവിടെ ഞാൻ അയാളെ കണ്ടതാ. 8-10 കൊല്ലം മുമ്പ് അന്തോണീശ്വര തീർത്ഥാടന കേന്ദ്രത്തിന് മുമ്പിൽ വന്ന് മദ്യനിരോധന പ്രസ്ഥാനത്തിന് ഇദ്ദേഹം പ്രസംഗിക്കാമെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് ബൈബിൾ ഉണ്ടാക്കി വെക്കുക. എത്രയോ ഭാഷ, എനിക്ക് എത്ര ഭാഷകളിൽ ബൈബിൾ പ്രിന്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, എല്ലാവർക്കും രക്ഷയുണ്ട് കേട്ടോ. എത്ര തകർന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, എത്ര വീണുപോയ വ്യക്തി ആയിക്കൊള്ളട്ടെ, എത്ര വലിയ കള്ള് ഷാപ്പ് നടത്തുന്നവനായിക്കൊള്ളട്ടെ, നിനക്ക് തിരിച്ചു വരാനുള്ള അവസരത്തിന്റെ പേരാണ് ദൈവ പൈതല് ഈ 50 നോയമ്പ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മദ്യപന്മാരെ ഉണർന്നു വിലപിക്കുവിൻ, വീഞ്ഞു കുടിക്കുന്നവരെ നെടുവേർപ്പെടുവിൻ. ഏങ്ങലടിക്കേണ്ട കാലമായി മക്കളെ, നിലവിളിയുടെ കാലമായി, വിലാപത്തിന്റെ കാലമായി, അനുതാപത്തിന്റെ കാലമായി. മതിയെന്ന്
ആ വിലാപത്തിലും ആ നിലവിളിയിലും ആ നെഞ്ചത്തടിയിലും എല്ലാ കാര്യങ്ങളും പരിഹരിച്ചു തരുന്ന പൊന്നു കർത്താവ് കാൽവരി കുരിശില് അവൻ തലയിട്ടടിച്ചത് എന്റെയും നിങ്ങളുടെയും മക്കളുടെ ശിരസില് ജീവിതങ്ങളിൽ ശാപം വന്ന് വീഴാതിരിക്കാനാ, ശാപക്കെട്ടുകൾ അഴിക്കാൻ വേണ്ടിയാ അവൻ ചോര ചെത്തിയത്. ഹല്ലേലൂയ പറയുക. ഇനി കേൾക്കണോ? അതിശക്തവും സംഖ്യാതീതവുമായ ഒരു ജനത എൻ്റെ ദേശത്തിനെതിരെ വന്നിരിക്കുന്നു. കോവിഡ് കഴിഞ്ഞതോടെ എല്ലാവർക്കും മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു. തകർന്നില്ലേ മക്കളെ? ദേശം തകരാനുള്ള ഒന്നാമത്തെ കാരണം ഇതാ മക്കളെ, ഇതാ ഉറപ്പാ. നിങ്ങൾ എന്തുമാത്രം കടകളായി ആരംഭിച്ചിരിക്കുന്നത്. ഞാൻ യൂറോപ്പിൽ പഠിച്ച് ഫ്രാൻസിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. അവിടെ ഭയങ്കര വിലയാണ് മൊബൈൽ കണക്ഷൻ. ഞാൻ ഇവിടെ മീൻ ആളും ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നൊരു കാഴ്ച 2008 ഞാൻ തിരിച്ച് നാട്ടിൽ വരുന്നത്. 2008 തിരിച്ച് നാട്ടിൽ വരുന്നത് ഞാൻ കണ്ടൊരു കാഴ്ച. ഇന്ന് കൗൺസിലിങ്ങിനുമൊക്കെ ഇരിക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും മക്കളെ, ഇത് നമ്മളെ ഒരുപാട് ദൂരെ എവിടെ ഇരിക്കുന്ന, അമേരിക്കയിൽ എവിടെ ഇരിക്കുന്നവനെ നമ്മൾ നശിപ്പിക്കാം. ഇന്ന് ലോകത്തിന് ഏത് മൂലക്കിരിക്കുന്ന വ്യക്തിക്ക് നമ്മളെ ആക്രമിക്കാൻ പറ്റും. ഇന്ന് കോവിഡ് ഒന്നുമല്ല, അതിനപ്പുറത്തെ വൈറസാണ് ദേശത്തിറങ്ങിയത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിശക്തവും സംഖ്യാതീതവുമായ ഒരു ജനത. ഇന്ന് ദൈവമൊക്കെ ഒരു പുച്ഛത്തിന് വിഷയമായി മാറുക, സഭയൊക്കെ അപഹസിക്കപ്പെടുക. ശരിയാന്നേ, വീണു പോയിട്ടുണ്ടെന്നേ, തിളക്കം കുറഞ്ഞിട്ടുണ്ട് സഭയ്ക്കുന്ന്. സഭയുടെ പ്രവർത്തനങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട്, ശോഭ കുറഞ്ഞിട്ടുണ്ട്, ആത്മാവ് കുറഞ്ഞിട്ടുണ്ട്, അഭിഷേകം. കാരണം സംഖ്യാതീതമായ ഒരു ജനത നമുക്കെതിരെ ആഞ്ഞൊലിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ മക്കൾക്ക് വിവാഹം എന്ന കൂദാശ എന്താണെന്ന് അറിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കണ്ട, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദേവാലയം വേണ്ട, ദേവാലയ ശുശ്രൂഷകൾ വേണ്ട, പ്രാർത്ഥനയോടെ നമുക്ക് താല്പര്യമില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിവാഹം കഴിക്കുന്നില്ല, ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നേ, ഞാൻ കല്യാണം കഴിക്കുന്നില്ല, പിള്ളേർ പറഞ്ഞുകൊണ്ട് നടക്കുക. ഇപ്പൊ ദൈവമക്കളെ, സുവിശേഷം മങ്ങിപ്പോകുന്നതാ മക്കളെ. ഇത് സുവിശേഷം വായിക്കാൻ പറ്റാത്ത രീതിയിൽ ബൈബിളിലെ ലെറ്റേഴ്സ് ഒക്കെ മങ്ങിപ്പോക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതിശക്തവും സംഖ്യാതീതവുമായ ഒരു ജനത എൻ്റെ ദേശത്തിന് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? പൗരോഹിത്യത്തെ തകർക്കാൻ, സഭയെ തകർക്കാൻ നിങ്ങൾ അത് രണ്ടും വിട്ടേര്. കുടുംബങ്ങളെ തകർക്കാൻ ഏതൊരു കാലത്തില്ലാത്ത രീതിയിൽ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്ത കേൾക്കണോ? അതിൻ്റെ പല്ല് സിംഹത്തിൻ്റെതൊരു കടിച്ചു കീറുകല്ലേ മക്കളെ? കടിച്ചു കീറുന്ന ഒരു ദുരന്തം നമ്മുടെ ദേശത്ത് പടർന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ദംഷ്ട്രകൾ സിംഹിയുടേതുപോലെ, സിംഹം കടിച്ചു കീറുന്നത് പോലെ അതെൻ്റെ മുന്തിരിച്ചെടികളെ നശിപ്പിച്ചു. സത്യമക്കൾ ആത്മാർത്ഥമായി ചിന്തിച്ചു. കുഞ്ഞുമക്കൾ ചെറുപ്രായത്തിൽ വളർന്നു വരുമ്പം മുന്തിരിച്ചെടികളെ പോലെ സൂക്ഷിച്ച് മക്കളെ വളർത്തിക്കൊണ്ട് വരണം. അവക്കും അവനും ഇഷ്ടമുള്ളതല്ല, ദൈവഹിതപ്രകാരമുള്ളതും മക്കൾക്ക് അനുവദിച്ചു കൊടുക്കണം. ദൈവത്തിൽ തിരിച്ചു വരവിൻ്റെ കാലമായത്, ഒരു തിരിച്ചു വരവിൻ്റെ കാലം. അവർ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്ന അല്ല മക്കളെ, ദൈവം പറഞ്ഞത് ചെയ്യുന്നൊരു ജീവിതം. ഹല്ലേലൂയ. എൻ്റെ മുന്തിരിച്ചെടികളെ നശിപ്പിച്ചു, അത്തിവൃക്ഷങ്ങൾ ഒടിച്ചു കളഞ്ഞു. നോക്കിക്കേ, വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കാലം കടന്നു പോവുക. അതിൻ്റെ തൊലി ഉരിഞ്ഞ ശാഖകൾ കുത്തിമറിക്കുക, ജീവിതങ്ങളൊക്കെ കുത്തിമറിക്കപ്പെടുക. ഓക്കെ, ദുരന്തങ്ങൾ ഓരോന്നും ചുറ്റുപാടും സംഭവിക്കുന്നത്. തൻ്റെ യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി ചാക്കുടുത്ത് വിലപിക്കുന്ന കന്യകയെ പോലെ, എങ്ങനെ കരയുന്ന, ഭർത്താവ് നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കുന്ന യുവതിയായ ഭാര്യയെ പോലെ ഈ കാലഘട്ടത്തെ നോക്കി നിലവിളിക്കണം. ഉപമ കണ്ടില്ലേ?
തന്റെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ട് പ്രാന്ത് പിടിച്ച് കിടന്ന് നിലവിളിക്കുന്ന യുവതിയായ ഭാര്യയെ പോലെ ഈ നോയമ്പ് കാലത്ത് മക്കള് അലമുറയിട്ട് നിലവിളിക്കണമെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം ബാക്കി വേണമെങ്കിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവസ്തുതികൾ ഉയരണമെങ്കിൽ പറയുക, ധാന്യബലിയും പാനീയ ബലിയും കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കണം. നിങ്ങൾക്ക് കുർബാനയൊന്നും ഇല്ലെന്ന് ഒരു ഉദ്ദേശമില്ല. എന്നാലും പറയാം, നമ്മുടെ നാട്ടിലുണ്ട് കുർബാന, വിദേശ രാജ്യങ്ങളിൽ കുർബാന ചൊല്ലിക്കുന്നില്ല, മനുഷ്യന് കുർബാന ചൊല്ലിക്കുന്നില്ല. പണ്ട് വിദേശ രാജ്യങ്ങളൊക്കെ ഒരു കുടുംബത്തിൽ ഒരു കല്യാണം, ഒരു മരണം, ഒരു ആവശ്യം കുർബാന ചൊല്ലിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് അസ്തമിച്ചിട്ടില്ല കേട്ടോ. നിങ്ങളിവിടത്തെ കൊടുക്കുന്ന കുർബാനപ്പണം ഭാരതത്തിലെ പല രൂപതകൾക്ക് കൊടുക്കണം. അത് നിങ്ങൾക്ക് അറിയാവോ? ഈ പൈസ എല്ലാം വാങ്ങിച്ച് അരവനെ കൊണ്ട് പിതാവിൻ്റെ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയോ? അത് അച്ഛന്മാർക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, പള്ളികൾ പണിയാൻ നിവർത്തിയില്ലാത്തിടങ്ങളിൽ, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥകളിൽ കഴിയുന്നിടത്ത് കുർബാനപ്പണം നമ്മൾ കൊടുക്കാൻ കൊണ്ട് ഞങ്ങളത് അറിയണം ദൈവമക്കളെ. ഏതോ ഒരു പുരോഹിതൻ്റെ ഒരു തുള്ളി കണ്ണീര് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗത്തോടൊപ്പം ചേരുമ്പം അതിനെ കർത്താവ് അഭിഷേകമാക്കി അനുഗ്രഹമാക്കി നിങ്ങൾക്ക് തരുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഞങ്ങളെ സത്യമായിട്ടും പറയുന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധാന്യബലിയും വേണ്ട, പാനി, ഇതൊക്കെ അച്ഛന്മാര് പൈസ ഉണ്ടാക്കാൻ പറയുന്നത്. സഭയ്ക്ക് എന്തിനാ പൈസ? മക്കളെ, സഭയുടെ പൈസ ഒരു മെത്രാൻ്റെ വീട്ടിലും ഒരു അച്ഛൻ്റെ വീട്ടിലൊന്നും അല്ല മക്കളെ. ഇതാ സഭയുടെ പൈസ. സഭയുടെ പൈസ ക്രിസ്തുവിൻ്റെതാ മക്കളെ. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞേക്കണം, ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് പള്ളിക്കും കൊടുക്കാതെ നിങ്ങൾ കിട്ടുപോകും മക്കളെ. ഇന്നത്തെ വായന അതാ, ദശാംശം കൊടുക്കണം, പള്ളിക്ക് കൊടുക്കണം, ഉത്സാഹത്തോടെ കൊടുക്കണം, ഉളവോടെ കൊടുക്കണം, ഉദാരതയോടെ കൊടുക്കണം. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ മതിമക്കളെ, നിർബന്ധമൊന്നുമില്ലത്. നിന്റെ ജീവിതം അടഞ്ഞു പോയതിന്റെ കാരണം, ദാരിദ്ര്യ ദുഃഖത്തിൽ മുങ്ങാൻ കാരണം, ഒരു ഉയർച്ചയില്ലാത്തതിന് കാരണം നീ ശങ്ക് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് നീ കൊടുത്തിട്ടില്ല. അത് കൊടുക്കുന്ന നാളിൽ നീ അനുഗ്രഹിക്കപ്പെടും. ആവർത്തിക്കുന്നു. പുണ്യാളന്റെ പള്ളി ഇടാനല്ല അച്ഛൻ ഇത് പറയുന്നത്. ആത്മീയ തമ്പുരാന് എന്ന് പറയുന്നത് ദശാംശം കൊടുക്കാൻ പറയുന്നുണ്ട്. ഓഹരി കൊടുക്കണം എന്നൊക്കെ ബൈബിളിൽ പറയുന്നില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത്, കർത്താവിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ വിലപിക്കുന്നു. അച്ഛന്മാര് കരഞ്ഞു പ്രാർത്ഥിക്കണം ഈ നോയമ്പ് കാലത്ത്. അച്ഛന്മാര് വാവിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടമാണ് നോയമ്പ് കാലം. വയലുകൾ ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു. എന്ത് ചൂടാല്ലേ, സഹിക്കാൻ പറ്റുന്നില്ല. വിശപ്പില്ലല്ലോ, വിശപ്പില്ല. ചൂട് കാണാൻ വിശക്കുന്നില്ല. ഒരു നേരമൊക്കെ എന്തെങ്കിലും കഴിച്ചാൽ മതി. ഇപ്പം ചൂട്, നിങ്ങൾ വിചാരിക്കുന്നത് ചൂടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്? നമ്മുടെ തപസ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും മക്കളെ. ഈശോയുടെ വെച്ച വെല്ലുവിളിക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നോയമ്പെടുക്കുക. അടുത്ത ആഴ്ച മഴ പെയ്തിരിക്കും. അടുത്ത ആഴ്ച ഉണങ്ങിത്തൊടുന്ന കിണങ്ങുകളിൽ വെള്ളമുണ്ടായിരിക്കും. ആ വിശ്വാസമില്ല, ഒന്നുമില്ല. കുറച്ച് പേര് വന്നിങ്ങനെ ഇരിപ്പുണ്ട്. വിശ്വസിച്ച് അത് നിങ്ങൾ ക്ലെയിം ചെയ്ത് നിങ്ങൾക്കത് കിട്ടിയിരിക്കും. നിങ്ങളുടെ കിണറ്റിൽ വെള്ളം ഉണ്ടാവും. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ പരീക്ഷിച്ചോ കർത്താവിനെ വേണമെങ്കിൽ. ഹല്ലേലൂയ. ജീവിതത്തിൽ മാറ്റം വരും മക്കള്. ഈ വചനങ്ങൾ പ്രവചനങ്ങളായിട്ട് മാറുക. ഹല്ലേലൂയ. വയലുകൾ ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു, ഭൂമി വിലപിക്കുന്നു. അതാ ഈ ചൂട്. ഭൂമി വിലപിക്കും. ഉണങ്ങിക്കിടക്കുന്ന കണ്ടില്ലേ? ഭൂമി വിലപിക്കുന്നു. ധാന്യം നശിച്ചു, വീഞ്ഞില്ലാതായി, എണ്ണ വറ്റിപ്പോയി. വീഞ്ഞില്ലാതായെന്ന് പറഞ്ഞ കുർബാന ഇനിയില്ല. എണ്ണ വറ്റിയെന്ന് പറഞ്ഞാൽ ഇനി ആരും ജ്ഞാനസ്നാനം മുങ്ങാൻ തൈലമില്ല. ഇവിടെ നിങ്ങളുടെ നെഞ്ചിൽ പരട്ടാൻ തൈലമില്ല. നിങ്ങൾക്ക് വേണ്ടി കുർബാന ചൊല്ലാൻ വീഞ്ഞില്ല. ദേശത്ത് അഭിഷേകം പറ്റിപ്പോവുക മക്കളെ. ദേശത്ത് അഭിഷേകം പറ്റുക. ദൈവമക്കൾ എഴുന്നേറ്റ് ഇരുകരങ്ങളും തമ്പുരാന്റെ പക്കലേക്കൊന്ന് നീട്ടിപ്പിടിച്ച് ഒരു അഭിഷേകം ചോദിക്കും മക്കള്. ഈ നോയമ്പില് കർത്താവിന് കൃപ കാണട്ടെ, ഒരു അഭിഷേകം തരട്ടെ, ഒരു പുതിയ കൃപ എടുക്കട്ടെ. ഇരുകരങ്ങൾ ഉയർത്തിയത് വിളിച്ച് ഈശോയേ, ഹൃദയം തുറന്ന് വിളിക്കും ഈശോയേ, ശക്തി പറഞ്ഞ് പ്രാർത്ഥിക്കും ഈശോയേ, കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, അത്ഭുത കൃപകൾ നിറയട്ടെ. കൂട്ട
കുട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്ക